Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിയെ ബിജെപി കൗൺസിലർമാർ ഉപരോധിച്ച സംഭവത്തിൽ വിശദീകരണവുമായി ബിജെപി മണ്ഡലം സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ സ്വരൂപ് രംഗത്ത്. ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിയെ ബിജെപി കൗൺസിലർമാർ ഉപരോധിച്ച സംഭവത്തിൽ വിശദീകരണവുമായി ബിജെപി മണ്ഡലം സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ സ്വരൂപ് രംഗത്ത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിനുള്ള ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത കഴിഞ്ഞ കൗൺസിൽ യോഗം യുഡിഎഫും ഭരണപക്ഷ കൗൺസിലർമാരും തമ്മിലുണ്ടായ വാക്കേറ്റത്തെ തുടർന്ന് അജണ്ടകൾ ചർച്ച ചെയ്യാതെയാണ് പിരിച്ചുവിട്ടത്. അജണ്ടകൾ ചർച്ച ചെയ്യാതെ അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് ബിജെപിയുടേതെന്നും ഇക്കാര്യം കൗൺസിൽ യോഗത്തിലും തുടർന്ന് രേഖാമൂലം നഗരസഭയെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് പിന്നാലെ അജണ്ടകൾ ചർച്ച ചെയ്യാതെയാണ് നടപടികൾ സ്വീകരിച്ചതെന്നും ഇതിൽ നഗരസഭയും സെക്രട്ടറിയും ഒത്തുകളിച്ചുവെന്നുമാണ് സ്വരൂപിന്റെ ആരോപണം. ഭാരതീയ ജനതാ പാർട്ടി എല്ലാ കാലത്തും ആവശ്യപ്പെടുന്നത് കൗൺസിലിൽ കൃത്യമായി അജണ്ടകൾ ചർച്ച ചെയ്യപ്പെടണം. ചർച്ച ചെയ്യാതെയുള്ള ഒരു അജണ്ടയും അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് BJP നിലകൊള്ളുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അജണ്ട ചർച്ച ചെയ്യാതെ അംഗീകരിക്കില്ല എന്ന് അതിന് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ സഭയിലും അതുപോലെ തന്നെ രേഖാമൂലവും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ഈ വിയോജനക്കുറിപ്പ് നഗരസഭയുടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്താതെ സെക്രട്ടറിയും ഭരണസമിതിയും തമ്മിൽ ഒരു ഒത്തുകളി നാടകം നടത്തിയിരിക്കുകയാണ്. സംഭവത്തിൽ വിശദീകരണം തേടി സെക്രട്ടറിയെ നേരിൽ കണ്ടെങ്കിലും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്നും ഭരണപക്ഷത്തെ സംരക്ഷിക്കാനാണ് സെക്രട്ടറി ശ്രമിച്ചതെന്നും സ്വരൂപ് ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടറിയെ ഉപരോധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുറേ അനാവശ്യ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭരണസമിതിയെ രക്ഷപ്പെടുത്താനുള്ള സമീപനമാണ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിച്ചു കൊടുക്കില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലർമാർ സെക്രട്ടറിയെ ഉപരോധിച്ചു. വികസനത്തിന് BJP എതിരല്ലെന്നും നഗരസഭയിലെ എല്ലാ അജണ്ടകളും കൗൺസിലിൽ ചർച്ച ചെയ്ത് ജനാധിപത്യപരമായി തീരുമാനിക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാടെന്നും സ്വരൂപ് പറഞ്ഞു. സെക്രട്ടറി നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും വിഷയത്തിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാരതീയ ജനതാ പാർട്ടി എല്ലാ കാലവും പറയുന്നത് വികസനത്തിന് ഭാരതീയ ജനതാ പാർട്ടി എതിരല്ല. പക്ഷേ ഏത് കാര്യമായാലും അത് സഭയിൽ കൃത്യമായി ചർച്ച നടക്കണം. അജണ്ടയിന്മേൽ ചർച്ച നടക്കണം. ചർച്ച ചെയ്ത് മാത്രമേ ഏത് കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചത്. സെക്രട്ടറി പറയുന്ന ന്യായങ്ങൾ തൃപ്തികരമല്ല. തുടർന്ന് ഇതിനെ നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ നേരിടും എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്.